എല്ലാവർക്കും ഒരു കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പത്തിരി പ്രസ് ഇല്ലാതെ അടിപൊളിയായിട്ട് നൈസായിട്ടുള്ള പത്തിരി തയ്യാറാക്കുന്ന വിധമാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ കിട്ടും. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ കിട്ടും. എങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് പത്തിരിപ്പൊടിയാണ്. 3 കപ്പ് പത്തിരിപ്പൊടിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പത്തിരിപ്പൊടിയുടെ ബ്രാൻഡിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ചിലപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് മുതൽ 2 കപ്പ് വെള്ളം വരെ ആവശ്യം വരും. അത് നോക്കി വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഓരോ ബ്രാൻഡ് പത്തിരിപ്പൊടിയുടെയും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമുണ്ടാകും. കുഴിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 6 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. അതിനുശേഷം ഈ പത്തിരിപ്പൊടി ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തീ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ പാത്രം പുറത്തിറക്കി വെച്ചിട്ട് ചെറു ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ചെറു ചൂടോടുകൂടി തന്നെ കുഴയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിക്കണം. 2-3 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുക. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആകുന്ന വരെ നന്നായിട്ട് കുഴയ്ക്കണം. അതിന് ശേഷം ഉരുളയാക്കി വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഉരുളയാക്കി വെച്ചതിന് ശേഷം ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെയുള്ളൂ. വേറൊരു പാത്രത്തിൽ പത്തിരിപ്പൊടി എടുത്ത ശേഷം അതിലൊന്ന് മുക്കി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചപ്പാത്തി പലകയിൽ നല്ല നൈസായിട്ട് പരത്തണം. പത്തിരി പരത്തുമ്പോൾ നൈസായിട്ട് പരത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നൈസായിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കണം. ഒട്ടും കട്ടി കൂടാൻ പാടില്ല. ഞാൻ പരത്തി വെച്ചിരിക്കുന്ന പത്തിരിയൊക്കെ ഒരു കാസ്ട്രോളിനകത്ത് അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് പത്തിരി എല്ലാം പരത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലോട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൂടി ഇട്ടിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിനകത്ത്. 2 ദിവസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. അതിന് ശേഷം നമുക്ക് രാവിലെയൊക്കെ ആവശ്യാനുസരണം ഇത് പത്തിരി തയ്യാറാക്കി എടുക്കാം. ചൂടായി വെച്ചിരിക്കുന്ന തവയിലേക്ക് നൈസായിട്ട് പരത്തി വെച്ചിരിക്കുന്ന പത്തിരി ഇട്ട് കൊടുക്കുക. പത്തിരി ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അതിനകത്ത് നല്ല നൈസായിട്ടുള്ള പൊടികളുണ്ട്. അതൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം വേണം ഇത് പാനിലോട്ട് ഇട്ടേക്കാനായിട്ട്. അപ്പോൾ പാനിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ചിലപ്പോൾ ചുറ്റത്തൊക്കെ പൊടികൾ കാണും. അതൊന്ന് ടിഷ്യൂ പേപ്പറും കൊണ്ട് ഒന്ന് തുടച്ചതിന് ശേഷം വേണം നിങ്ങൾ അടുത്ത പത്തിരി ഇടാനായിട്ട്. അതിന് ശേഷം ഒരു ഭാഗം നമ്മളൊന്ന് വെന്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കൊമ്മളയാക്കി വന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 സെക്കൻഡിന് ഒന്ന് കൊമ്മള വരുമ്പോഴത്തേക്ക് തിരിച്ച് ഒരു വശം കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പത്തിരി വേവും. അത് സൈഡിലോട്ട് നന്നായിട്ടൊന്ന് ഒരു പ്രസ് ചെയ്യുമ്പം നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി വരും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി നല്ല ചിക്കൻ റോസ്റ്റോ ചിക്കൻ കറിയുടെ കൂടിയോ ഒക്കെ കൂട്ടി മുട്ടക്കറിയുടെ കൂടിയൊക്കെ കൂട്ടി നിങ്ങൾക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ നൈസായിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ ഇത് എങ്ങനെ സൂക്ഷിക്കുന്ന വിധവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പരത്തി വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.